അമ്മഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കും. നേവിയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ടണലുകളുടെ സ്കെച്ചും തോടിന്റെ ഗതിയും ഉൾപ്പെടെ രാത്രി തന്നെ നേവി സംഘം പരിശോധിച്ചു. ആവശ്യമായ തയ്യാറെടുപ്പുകൾ രാത്രി തന്നെ പൂർത്തിയാക്കി. മന്ത്രിമാരും സ്ഥലം സന്ദർശിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ചന്തു, തിരച്ചിൽ 3-ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ. എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഒപ്പം തന്നെ ഇന്ന് തിരച്ചിൽ ഏത് രീതിയിലാണ്? ജോയിയെ കാണാതായി 3-ാം ദിവസം. നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ഇന്നത്തെ തിരച്ചിൽ രീതികൾ എങ്ങനെയാണ്? 6:30 തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് നേവി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ നേവിയുടെ പ്രത്യേക സംഘം തിരുവനന്തപുരത്ത് എത്തി ആമഴഞ്ചാൻ തോടിന്റെ സ്കെച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് ഈ ആമഴഞ്ചാൻ തോടിന്റെ ഒഴുക്കും മറ്റു കാര്യങ്ങളുമെന്ന അതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നേവി വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന തുടരുക. മന്ത്രിതല സംഘവും കഴിഞ്ഞ ദിവസം എത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ വിലയിരുത്തി. രാവിലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ മഴ അല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആമഴഞ്ചാൻ തോടിൽ കൂടുതൽ വെള്ളം എത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. വെള്ളത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാലിന്യമാണ്. വളരെ കട്ടിപിടിച്ച് ഉറഞ്ഞു കിടക്കുന്ന മാലിന്യമുണ്ട്. ഒരുപാട് വർഷത്തെ ഡെപ്പോസിറ്റ് ഈ ആമഴഞ്ചാൻ തോടിലുണ്ട്. അതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരിശോധനയ്ക്കൊക്കെ തെരച്ചിലിനൊക്കെ വെല്ലുവിളി ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ കൂടിയാൽ കൂടുതൽ മാലിന്യം, നീക്കം ചെയ്ത മാലിന്യം വീണ്ടും ആമഴഞ്ചാൻ തോടിലേക്ക് കൂടുതലായി വരുമോ എന്നൊരു ആശങ്കയുണ്ട്. അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 6:30 തന്നെ നേവിയുടെ പരിശോധന ആരംഭിക്കും. ഇന്ന് ഈ തെരച്ചിലൊരു ഫലം കാണും എന്നാണ് നേവിയുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഒരു പ്രതീക്ഷ. എന്തായാലും തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വീണ, ചന്തു, ഇന്നലെ ഉച്ചവരെ മഴയില്ലായിരുന്നു. പിന്നീട് പതുക്കെ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും തിരച്ചിൽ? മഴ ഒരു വെല്ലുവിളിയായി നിൽക്കാൻ സാധ്യതയില്ല. ഈ വെള്ളത്തെക്കാൾ കൂടുതൽ മാലിന്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ബദൽ സംവിധാനം ഏത് രീതിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന്? രണ്ട് തരത്തിലാണ് ഇത് നോക്കിക്കാണേണ്ടത്. കാരണം മഴ പെയ്താൽ സ്വാഭാവികമായും ആമഴഞ്ചാൻ തോടിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അത് നേവി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ആ ഒരു പ്രവേശനം സുഗമമാക്കുന്നതിന് ഈ വെള്ളം ഉയർന്നു വരുന്നത് എളുപ്പമാക്കും. പക്ഷേ മാലിന്യം കൂടുതലായി ഒഴുകിയെത്തിയാൽ അത് ഒരു വെല്ലുവിളി തന്നെയാണ്. കൂടുതൽ മാലിന്യം എത്തുന്നത് തടഞ്ഞു നിർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം നമുക്കറിയാം 5 ലോഡോളം മാലിന്യം ഈ പ്രവേശന ഭാഗത്തു നിന്നും തന്നെ ഫയർഫോഴ്സിന്റെ ടീം ആദ്യഘട്ടത്തിൽ മാറ്റിയിരുന്നു. അപ്പോൾ മാലിന്യം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഒഴുക്കുണ്ടായാൽ നേരത്തെ ഈ ഒരു മാൻഹോളിന്റെ ഭാഗത്തായി സ്ഥാപിച്ച ഈ ഇരുമ്പ് നെറ്റിൽ ഇത്തരത്തിൽ ഒഴുക്ക് വരുന്ന സാഹചര്യത്തിൽ ജോയി ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നും ജോയിയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി നേവി സംഘത്തിനും ഫയർഫോഴ്സിനും ഒക്കെ ഉണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നേവിയുടെ പരിശോധനാ സംഘമായിരിക്കും ആദ്യം തെരച്ചിൽ ആരംഭിക്കുക. വേണം. ശരി, അമ്മഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും ഉടൻ തന്നെ ആരംഭിക്കും. നേവിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത്. വിശദാംശങ്ങളാണ് ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.